ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പം നമ്മളുള്ളത് വയനാട് കാരാപ്പുഴ ഡാമിലാണുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നഷ്ടമാവില്ല കേട്ടോ. നല്ല അടിപൊളി പ്ലേസ് ആണ്. എനിക്ക് വയനാട് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കാരാപ്പുഴ ഡാമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർക്കാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും ഒക്കെ ആയിട്ട് എൻജോയ് ആക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ കയറുമ്പോൾ തന്നെ എൻട്രി ഫീ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ സെപ്പറേറ്റ് പൈസയാണ്. എല്ലാത്തിനും അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട് കേട്ടോ. കയറുന്ന റൈഡിലും കാര്യത്തിനൊക്കെ അത്യാവശ്യം പൈസ ഉണ്ട്. എന്തായാലും വയനാട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ വന്ന സമയം എന്താണെന്ന് അറിയില്ല. മഴ കാരണത്താൽ നമുക്ക് നല്ലതുപോലെ എൻജോയ് ആക്കാൻ പറ്റിയില്ല. നല്ല മഴ പെയ്തിട്ടു. മഴ പെയ്ത് കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. എന്നിട്ടും മഴയ്ക്കുള്ള നല്ല ചാൻസ് വീണ്ടും ഉണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും കണ്ടിടത്തോളം നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിലും നമ്മൾ ഇവിടെ പകുതി വരെയോളം വന്നിട്ടുള്ളൂ. എന്നാലും അതിൽ താഴ് ഭാഗമൊക്കെ ആയിട്ട് നല്ലതുപോലെ പ്ലേസ് ഉണ്ട്. പിന്നെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ഉണ്ട് കേട്ടോ. അവിടെ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല. കാരണം എന്താ പറയുക, മഴ ആയതുകൊണ്ട് കുട്ടികളും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം മഴ കൊണ്ട് പനിയൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് പോകേണ്ടി വന്നിട്ടുണ്ടായിന്. എന്നാലും അത്യാവശ്യം എൻജോയ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിന് കേട്ടോ. കുട്ടികളൊക്കെ റൈഡിലും കാര്യത്തിലും കയറിയിട്ടുണ്ട്. മാത്രമല്ല നമ്മളും കയറിയിട്ടുണ്ട്. പിന്നെ ഈ മഴ കാരണം അവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെയുള്ളൊരവസ്ഥയായി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ ഇതാക്കാനൊക്കെ നല്ലൊരു പ്ലേസ് തന്നെയാണ്. അത്യാവശ്യം ജനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ വെക്കേഷനും കാര്യങ്ങളായതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെയുള്ള റൈഡും കാര്യങ്ങളൊക്കെ നല്ല ഒരു വെറൈറ്റി തന്നെയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ലതുപോലെ എൻജോയ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മൾ നല്ലതുപോലെ എൻജോയ് ആക്കി അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.